കെ മാണി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നേരത്തെ ലേബി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനപ്പുറം UDF-ൽ നിന്ന് ജോസ് കെ മാണിക്ക് ഓഫർ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം മറ്റൊരർത്ഥത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റെവിടെ നിന്നെങ്കിലും ക്ഷണമുണ്ടോ എന്ന ചോദ്യത്തിന് കോൾ വരുന്നുണ്ടല്ലോ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അത് UDF-ൽ നിന്നുള്ള ക്ഷണമുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യം ജോസ് കെ മാണി കൃത്യമായി തന്നെ പറയുന്നു. അതിനൊപ്പം തന്നെ പറയുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അതിനുശേഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയം അടക്കമുള്ള മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകളിലെല്ലാം കഴിഞ്ഞ തവണയിൽ നിന്ന് വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഇനി LDF-ൽ നിന്നിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം പാർട്ടിക്കകത്ത് നിന്ന് MLA-മാരടക്കമുള്ളവർ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളുമാണ് ആ നിലപാട് ഉന്നയിച്ച ആളുകൾ. അതുദ്ദേശിച്ചിട്ടാണ് പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലർക്കും പറയാൻ സാധിക്കുമല്ലോ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന കാര്യം ജോസ് കെ മാണി പറയുന്നത്. അപ്പോഴും ജോസ് കെ മാണി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ 5 MLA-മാരും ഒപ്പമുണ്ടാകും. നമ്മൾ മനസ്സിലാക്കുന്നത് റോഷി അഗസ്റ്റിൻ എതിർനിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹത്തെ കൂടി ഒപ്പം കൂട്ടാനുള്ള ചർച്ചകൾ ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന്, സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, UDF-ന്റെ നേതൃത്വത്തിൽ നിന്ന്, ഈ 3 ഭാഗത്തിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നതാണ്. ആ റോഷി അഗസ്റ്റിനെ കൂടി ഒപ്പം എത്തിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയുടെ ലക്ഷ്യമെന്നാണ് കരുതേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി അന്തിമമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ 5 MLA-മാരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നത്. അതിനൊപ്പമാണ് നേരത്തെ ലേബിയും സ്മൃതിയും ഒക്കെ പറഞ്ഞ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകും എന്ന് 3 തട്ടം ആവർത്തിച്ച് ജോസ് കെ മാണി പറയുന്ന സാഹചര്യമുണ്ടായത്. മറ്റൊന്ന്, ഈ CPIM-ന് ജോസ് കെ മാണിയുടെ പോക്ക് അപ്പുറത്തേക്കാണ് എന്ന സൂചന ലഭിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമവകുപ്പ് മന്ത്രി കൂടിയായ വ്യവസായ മന്ത്രി P. രാജീവ് ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം ജോസ് കെ മാണി പരസ്യമായി പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിനപ്പുറം ക്രൈസ്തവ സഭകൾക്ക് ഏറ്റവും പ്രശ്നമുള്ള മലയോര മേഖലയിലെ വന്യമൃഗ ശല്യത്തോളം ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന, കാരണം അവരുടെ കയ്യിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭിന്നശേഷി നിയമനം. ഭിന്നശേഷി നിയമനം നടത്താതെ മറ്റു നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം കൊടുക്കാത്ത പ്രശ്നം നിയമപരമായി നേരിടാൻ ഉള്ള ഫയലുകൾ വേഗത്തിൽ നീക്കിയെന്ന് P. രാജീവ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അഭ്യൂഹങ്ങൾക്കിടെ ഇടതുപക്ഷത്തുനിന്നും അനുനയ ശ്രമങ്ങൾ ഉണ്ടായി, CPM-ൽ നിന്നും അനുനയ ശ്രമങ്ങൾ ഉണ്ടായി എന്നതിന്റെ സൂചനകൾ പുറത്തു വരികയാണ്. റോഷിപാലിലേക്ക് വീണ്ടും. റോഷിപാൽ, ഇപ്പോൾ മറ്റന്നാളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ജോസ് കെ മാണിയുടെ പ്രധാനപ്പെട്ട ചർച്ച നടക്കാനിരിക്കുന്ന യോഗം. ആ യോഗം ഇനി എന്ത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ മുന്നണി മാറ്റമല്ലല്ലോ ചർച്ച ചെയ്യുക. മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ അത് ഞങ്ങൾ അതത് കാലത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത മുന്നണികളില്ലല്ലോ എന്നൊക്കെ പുറത്തു പറയുമ്പോഴും മറ്റന്നാളത്തെ യോഗം വളരെ നിർണായകമാണല്ലോ. ഇതിനിടയ്ക്ക് ഈ യോഗ ശേഷമായിരിക്കുമോ ഇനി UDF-ലെ ചർച്ചകൾ, അതോ ഇതിനിടയ്ക്ക് തന്നെ ഈ ചർച്ചകൾ പുരോഗമിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് റോഷി? സ്മൃതി, UDF നേതൃത്വം ചില ചർച്ചകൾ അത് പൂർത്തിയാക്കിയതാണ്. ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് കൃത്യമായൊരു മറുപടി വരണം. അതിനവർ കാത്തിരിക്കുന്നു. അതിൽ കേരള കോൺഗ്രസ് എമ്മിലാണ് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകേണ്ടത്. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാലായിരിക്കും ഇനി മറ്റ് ചർച്ചകളിലേക്ക് പോവുക. കാരണം കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ ഉറപ്പ് നൽകിയതാണ്, എല്ലാ തരത്തിലും അംഗീകാരമുണ്ടാകും, പരിഗണനയുണ്ടാകും. UDF-ൽ നേരത്തെ ഏത് തരത്തിലാണോ UDF നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിച്ചത്, സമാനമായ രീതിയിൽ തന്നെ പരിഗണിക്കും എന്നാണ് KPC അധ്യക്ഷൻ തന്നെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമോ ആശങ്കയൊന്നും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുമില്ല. അതേസമയം തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിലവിൽ ഈ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും ഇനി ചർച്ച. ഏതായാലും കോൺഗ്രസ് നേതൃത്വം സജ്ജമായി കഴിഞ്ഞു. കേരള കോൺഗ്രസ് എം വരുന്നതിൽ ഒരു നേതാക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലാ സീറ്റിന്റെ കാര്യത്തിൽ മാണി സി കാപ്പനെ അനുനയിപ്പിച്ച് മാണി സി കാപ്പനെ ഒന്നുകിൽ തിരുവമ്പാടി സ്ഥാനാർത്ഥിയാക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പരിഗണന നൽകിക്കൊണ്ട്
സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന് നൽകി അവിടെ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുക. അതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. UDFന്റെ പദ്ധതി അതാണ്. നേരെ മറിച്ച് ആ കാര്യത്തിൽ വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്, നേരെ മറിച്ച് PJ ജോസഫിന്റെ കയ്യിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കൈവശമുള്ള ചില സീറ്റുകളുണ്ട്. ആ കാര്യത്തിൽ ചില ആശയവിനിമയം കൂടി നടക്കേണ്ടതുണ്ട്. അതും കോൺഗ്രസ് നേതൃത്വം തന്നെ മുൻകൈ എടുത്ത ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും UDFനകത്ത് ഈ ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള രണ്ട് കക്ഷികളാണ്. ആ രണ്ട് കക്ഷികളെയും അനുനയിപ്പിച്ച് തന്നെയായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നേതാക്കൾ പറയുന്നത്.